മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ബീറ്റ്റൂട്ട് ആരോഗ്യത്തിന് ഒരുപാട് ഗുണമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് തോരനും മെഴുക്കുവരട്ടി, പിന്നെ പച്ചടി, സദ്യക്കൊക്കെ വിളമ്പുന്ന പച്ചടിയൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇന്ന് നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു 4 ബീറ്റ്റൂട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവോള, ഒരു 4 പച്ചമുളക്. ഈ ബീറ്റ്റൂട്ട് കുറച്ചൊരു മധുരമുള്ളതാണ്, അപ്പോൾ ഒരു സ്വല്പം എരിവ് കൂടുതൽ നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ, എരിവ് ഇഷ്ടമുള്ളവർക്ക്. അല്ലാതെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർക്ക് അത്ര എരിവ് ശരിയാകത്തില്ലേ. ഇത് നമുക്ക് അരിഞ്ഞെടുക്കണേ. തോരനാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾ കട്ടറിനകത്ത് വെച്ചിട്ട് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളേ. ഇതിപ്പം മെഴുക്കുപുരട്ടി ആകുമ്പോൾ നമ്മളിങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് അങ്ങ് അരിഞ്ഞെടുത്താൽ മതി. നമ്മളിവിടെ ആ ഒരു 4 ബീറ്റ്റൂട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ കൈയൊക്കെ അങ്ങ് ആ ഒരു വേറൊരു കളറാകും കേട്ടോ. ഇത് തൊട്ട് കഴിയുമ്പോൾ ഇത് ബ്ലഡൊക്കെ ഉണ്ടാകാൻ വളരെ നല്ലൊരു സാധനം കേട്ടോ ബീറ്റ്റൂട്ട്. നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ചെല്ലുമ്പോൾ നമ്മൾ അനിമിക്കൊക്കെ ആണെന്ന് അറിയുവാണെങ്കിൽ അവർ പറയും ഇതുപോലത്തെ, അതായത് ഈ കളറ് ഒരു പ്രത്യേകതയാണ്. ചുവന്ന ചീര, ബീറ്റ്റൂട്ട്, അല്ലെ റാഗി, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാനാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ നല്ലതാണ് ബ്ലഡ് ഉണ്ടാകാനേ. ഇനി നമുക്ക് വേണ്ടത് സവോളയാണ്. സവോള ഇത് രണ്ടായിട്ട് ഇങ്ങനെ കീറിയിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. ബീറ്റ്റൂട്ട് കൊണ്ട് നമുക്ക് ഈ സദ്യക്കൊക്കെ വെക്കത്തില്ലേ, പച്ചടി, നല്ല കളർഫുള്ളാണ്. ഇതൊരു സൈഡിൽ അത് ഇരിക്കുന്ന കാണുമ്പോഴേ ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു കളറും ആ തൈരും എല്ലാം കൂടെ ഇങ്ങോട്ട് വരുമ്പോഴേ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ഓണത്തിനാണേലും അല്ലേ കല്യാണത്തിൻ്റെ സദ്യക്കൊക്കെ ചിലയിടത്ത് വിളമ്പും. സവോള അരിയുമ്പോഴാണേലും ആ ഒരു പർപ്പിൾ കളറാ കട്ടിംഗ് ബോർഡിൻ്റെയാണ് കയറി വരുന്നത്. ഇത് നമുക്ക് ആദ്യം ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചിട്ട് വേണേലും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വഴറ്റി എടുത്തിട്ടും ചെയ്യാം, അങ്ങനെ വേണേലും ചെയ്യാവേ. പച്ചമുളക് ആണേലും ഇങ്ങനെ കീറിയിട്ടാൽ മതി. അപ്പോൾ എന്താണെന്നറിയോ, ഈ മുളക് കടിക്കാതിരിക്കാൻ പറ്റും. അന്നേരം നമുക്ക് ആ മുളക് എടുത്തങ്ങ് കളയാം. കറിയൊക്കെ അങ്ങ് ആയിക്കഴിയുമ്പോഴേ, അല്ലെ ഇതിൻ്റെ കൂടെ കിടന്ന് ഈ മുളകും കൂടെ കടിക്കുമ്പോൾ അത് ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് എരിവ് ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് ഞാനങ്ങ് ചെയ്യുവാണേ. അപ്പോൾ ഇനി രണ്ടും അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്താൽ മതി. ഞാനിങ്ങനൊരു പാനിലേക്ക് ഈ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുവാണേ. ഈ സവോളയും ഈ പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണേ. ഇത് കുറച്ച് ഈസി ആയിട്ട് ഉള്ള മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടാവേ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ബീറ്റ്റൂട്ടിനൊരു സ്വല്പം വേവുണ്ട്. നമ്മൾ ഇച്ചിരി വലിയ പീസായിട്ടല്ലേ അരിഞ്ഞേക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഗ്യാസ് കത്തിക്കും. ഈ ബീറ്റ്റൂട്ട് ഇവിടെ വേകാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് ബീറ്റ്റൂട്ടിനകത്തൊന്നും വെള്ളം ഇറങ്ങും. നമ്മളൊരു 1/2 കപ്പോളം വെള്ളമേ ഒഴിച്ചു കൊടുത്തുള്ളേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കട്ടിയായിട്ടല്ലേ നമ്മൾ അരിഞ്ഞേക്കുന്നത്. അപ്പോൾ അത് വേകാൻ ഇച്ചിരി ഒരു ടൈം എടുക്കും. നമ്മളിപ്പോൾ തോരൻ അരിയുന്നെങ്കിൽ നമ്മൾ ആ വെജിറ്റബിൾ കട്ടറല്ലേ അതിനകത്തിട്ട് അരിയുമ്പോൾ വളരെ നൈസായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് അധികം നേരം വേവിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ മെഴുക്കുപുരട്ടിക്ക് കുറച്ചൊരു വേവുണ്ട്. ഒരു 10 മിനിറ്റ്സ് എടുക്കും വേകാൻ. ഞാൻ ഇവിടെ ഈ ബീറ്റ്റൂട്ട് വേകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. എന്താ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നന്നായിട്ട്. നല്ല തേങ്ങ ചമ്മന്തിയുടെ കൂടെ ഒക്കെ ഈ ബീറ്റ്റൂട്ട് മെഴുക്കുപുരട്ടി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. മീൻകറിയുടെ കൂടെയും തേങ്ങ ചമ്മന്തിയുടെ കൂടെ എപ്പോഴും എന്തെങ്കിലും മെഴുക്കുപുരട്ടി ഐറ്റംസ്, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ, നല്ലൊരു ഓംലെറ്റ് ആണെങ്കിലും ചോറൊക്കെ കഴിക്കാൻ നല്ലതാണേ. ഇതുപോലെ ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയാൽ മതി.
ഇതിപ്പം ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. കാരണം ഇതിനകത്തൊരു ചെറിയ ബീട്രൂട്ട് ക്യാരറ്റ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു മധുരമുണ്ട്. അപ്പം ആ മധുരം അതുപോലെ അങ്ങ് നമുക്ക് ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പം കുറച്ച് എരിവും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് കാണിച്ചേക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഉപ്പുമൊക്കെ ഇട്ട് വേവിച്ചിട്ട് വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിൽ ഈ സവോളയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴറ്റി ഈ ബീട്രൂട്ടും കൂടി ഇട്ടൊക്കെ വഴറ്റിയിട്ട് പിന്നെ ഒരു സ്വല്പ വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങനെ വേവിക്കണം. ഇതിന് കുറച്ച് വേവുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം ഇതങ്ങ് വേവിച്ചത്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നോക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. ചിലർക്ക് അധികം എണ്ണ താല്പര്യമില്ല. മെഴുക്കുവരട്ടി ആകുമ്പോൾ ഒരു സ്വല്പം എണ്ണ വേണം. ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ കിട്ടണം. അന്നേരമാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു സ്വല്പം എപ്പോഴും തോരനെക്കാട്ടി ഒരു സ്വല്പം കൂടെ വെളിച്ചെണ്ണ മെഴുക്കുവരട്ടിക്ക് ആകും. ഞങ്ങളുടെ അമ്മയൊക്കെ ഇത് ചട്ടിക്കകത്താണ് ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അപ്പം ആ ചട്ടിയിൽ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ചട്ടി നല്ല ചൂടായത് കാരണം അതിനകത്ത് കിടന്ന് നന്നായിട്ട് ഇത് മൊരിഞ്ഞ് കിട്ടുവേ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുമ്പം ഈ മെഴുക്കുവരട്ടിയും ചമ്മന്തിയും ഇങ്ങനെ ഗ്രേവിയുള്ള കറികളൊന്നും നമ്മളങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകത്തില്ലല്ലോ. അപ്പോൾ ചമ്മന്തിയുടെ കൂടി ഇങ്ങനെയുള്ള മെഴുക്കുവരട്ടികൾ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ എന്തെങ്കിലും ഫ്രൈ ഐറ്റവും ഇതുപോലത്തെ മെഴുക്കുവരട്ടികളും ഒക്കെയാണ് സ്കൂളിലൊക്കെ തന്നു വിടുന്നത്. എപ്പോഴും അതാണ് നല്ലത്. ഇത് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് കുറച്ച് നേരം ഒന്ന് മുരിയണം. അപ്പം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതൊന്ന് നിരത്തി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാലും മതി കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് അന്നേരം അങ്ങ് തീ ഓഫ് ചെയ്യരുത്. പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടത്തില്ല. ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളറല്ലേ. ചോറിൻ്റെ ആ സൈഡിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് തുറക്കുമ്പോൾ ഈ ചോറിന് ആ ഒരു പർപ്പിൾ കളർ അങ്ങോട്ട് ഇറങ്ങുവേ. എന്നാ ഭംഗിയെന്നറിയോ അത് കാണാൻ. ഒരു 3-4 മിനിറ്റ് നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കണം. സ്വല്പ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണേ. ഇത് ഫ്രൈ ആയിട്ടുള്ള കറിവേപ്പിലയാണ്, ഫ്രഷ് അല്ലേ. എപ്പോഴും നമുക്ക് ഫ്രഷായിട്ട് കിട്ടുന്ന കറി ലീവ്സാണ് എപ്പോഴും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിയുമ്പോഴേ ഫ്രിഡ്ജിനകത്ത് വെക്കും, അത് അവിടെ ഇരുന്ന് ഉണങ്ങിപ്പോവും. നല്ല കുമ്പളങ്ങ പുളിശ്ശേരി അല്ലെ മാമ്പഴ പുളിശ്ശേരി ചമ്മന്തി ഇതിൻ്റെയൊക്കെ കൂടെ ഇത് വളരെ നല്ലതാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ. കാണുമ്പോൾ ഒരു ഭംഗി വേണം, എന്നാലേ നമുക്ക് കഴിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ചോറിൻ്റെ കൂടെ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ രാത്രി ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പം ഉറപ്പായിട്ടും എന്തെങ്കിലും വെജിറ്റബിൾ നമ്മൾ കഴിക്കുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിലൊക്കെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ടേസ്റ്റി മാത്രമല്ല വളരെ ഹെൽത്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇത് തോരൻ വെച്ചോ മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ പച്ചടിയായിട്ടോ എങ്ങനെ വേണേലും. പിന്നെ ഇത് സാലഡും ഉണ്ടാക്കും കേട്ടോ. ഈ ബീട്രൂട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ പുഴുങ്ങി, അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാവേ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.